ഭൂമിയിൽ പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഒരു 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഭൂമിയല്ല ഇപ്പോൾ. അപ്ഡേഷൻ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും, ഓരോ സെക്കൻഡും, ഓരോ മാസവും, ഓരോ വർഷവും, 100 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഭൂമിക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഭൂമി അതേപോലെ നിലനിൽക്കുന്നുണ്ട്. ഭൂമി മരണപ്പെട്ടു പോവുകയോ ഭൂമിക്ക് അവസാനമോ ഇല്ല. പക്ഷെ ഭൂമി അതേപോലെ നിലനിന്ന് ഭൂമിക്ക് അപ്ഡേഷൻ വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ജനിക്കുന്ന മനുഷ്യർ കുറച്ച് വർഷം ജീവിക്കുന്നു, ഒരു 60, 70, 80 വർഷം ജീവിക്കുന്നു, മരണപ്പെട്ടു പോകുന്നു. വീണ്ടും അടുത്ത തലമുറ ജനിക്കുന്നു, അവർ ജീവിക്കുന്നു, മരണപ്പെട്ടു പോകുന്നു. ഓരോ ജനനവും മരണവും വ്യത്യസ്തമായി നടന്നുകൊണ്ടേയിരിക്കുന്നു, റിപ്പീറ്റ് അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ ഭൂമിക്ക് മരണം സംഭവിക്കുന്നു, പക്ഷെ ഭൂമി അപ്ഡേഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്തായിരിക്കാം? ഓരോ മനുഷ്യർ ജനിക്കുമ്പോഴും ഓരോ മനുഷ്യന്റെ ശരീരത്തിലുള്ള ആത്മാവ് വെവ്വേറെ ആയിരിക്കും. അപ്പൊ എന്റെ ആത്മാവ് വേറൊരു ജന്മം ജനിക്കുമ്പോൾ അവരിലേക്ക് പോകുന്നില്ല. എല്ലാം പുതിയ 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 ആത്മാക്കളായിട്ടാണ് ജനിക്കുന്നതും മരിക്കുന്നതൊക്കെ. പക്ഷെ എന്നാൽ ഈ പ്രോസസ്സിങ് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്തായിരിക്കാം? ഈ നമ്മുടെ ശരീരത്തിലുള്ള ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്നും വിട്ടുപോകുമ്പോൾ എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ ഈ വിരൽ ഇങ്ങനെ ചലിക്കാൻ പോലും നമ്മുടെ വിരലിന് ചലിക്കാൻ പോലും സഹായം നമ്മുടെ ശരീരത്തിലുള്ള ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചലിക്കാനുള്ള ഒരു കഴിവ് പോലും നമ്മുടെ ശരീരത്തിന് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഈ നമ്മുടെ ശരീരത്തിൽ നിന്നും വിട്ടുപോയ ആത്മാവ് എങ്ങോട്ടാണ് പോകുന്നത്? ഇതിൽ എന്താണ് മെയിൻ ഉദ്ദേശം? ഈ ഭൂമിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന്റെ മെയിൻ കാരണങ്ങൾ എന്താണ്? ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായി സംസാരിക്കാം. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.